ഹലോ ചിലകുട്ടീസ് പൊന്മൻ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു നല്ല പടം. തിയേറ്റർ വിട്ടിറങ്ങിയപ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൂവിയായിരുന്നു. ഒരു നോവലിനെ ബേസ് ചെയ്തിട്ട് ജ്യോതിശങ്കർ എടുത്തിരിക്കുന്ന മൂവിയാണ് പൊന്മൻ. ആ നോവൽ ഞാൻ വായിച്ചിട്ടില്ല, ബട്ട് ഒരുപാട് പേര് അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാനും കേട്ടിട്ടുണ്ട്. ബട്ട് അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂവിയിൽ ത്രൂ ഔട്ട് അടുത്തത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല എന്റർടൈനിങ് ആയിട്ടാണ് പടം ത്രൂ ഔട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിൽ എടുത്ത് പറയേണ്ടത് നല്ല എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആ റൈറ്റിംഗ് തന്നെയാണ്. സ്റ്റാർട്ടിങ് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ പടത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ഇച്ചിരി പാടുപെടുമെങ്കിലും എസ്പെഷ്യലി നമ്മുടെ ബേസിൽ ജോസഫിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്തതിന് ശേഷം പിന്നെ ഒരു പോക്കാണ്. അത്രയ്ക്ക് രസമായിട്ട് അങ്ങ് പൊക്കോണ്ട്. നൗഡേയ്സ് നമ്മുടെ ബേസിൽ ജോസഫിന്റെ മൂവി സെലക്ഷനെ പറ്റി പറയേണ്ട ഒരു കാര്യമാണ്. ചില ക്യാരക്ടേഴ്സിനൊക്കെ ഒരു സെയിം ഷെയ്ഡ് വരുമെങ്കിലും ബട്ട് ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഈ മൂവിയിലെ ആളുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പുള്ളിയുടെ ചില പരിപാടീസ് ഒക്കെ ഉണ്ട്, നല്ല രസമായിട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ ആൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സജിൻ ഗോപൻ ചേട്ടന്റെ ക്യാരക്ടറും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഡയലോഗ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആണ്. നമ്മളെ ഇങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ഗംഭീരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് ഇതിലുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്താണ് ഈ പടം കണ്ടത്. ഭയങ്കര വലിയ സംഭവം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ത്രൂഔട്ട് നമുക്ക് എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു ചെറിയ നല്ല പടം. മേ ബി ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു മൂവിയാണിത്. ആൻഡ് എല്ലാവരും കണ്ടിട്ട് വന്ന അഭിപ്രായം പറയാം.